IPL ടീംസിനെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ 10 ആൾക്കാരുണ്ട്. ആരാണോ ഈ ഒരു മിനി IPL ചാലഞ്ച് ജയിക്കുന്നത്, they will win this 10,000 rupees. 10,000 രൂപ ഞാൻ എടുത്ത് ആരും നോക്കണ്ടത് എനിക്കില്ല. കപ്പടിക്കാൻ വന്നതാ, കപ്പടിച്ചിട്ടേ പോകുന്നുള്ളൂ. ഇസല കപ്പ് നമ്പേ. For the first challenge നിങ്ങൾ എല്ലാവരും ഈ ഒരു വരന്റെ ബാക്കിൽ നിൽക്കുക. നിങ്ങളെല്ലാവരുടെ കയ്യിലും ഓരോ ബോൾ ഉണ്ട്. അങ്ങ് ദൂരെ നിങ്ങൾക്കൊരു റെഡ് മാർക്കും കാണാൻ വേണ്ടി പറ്റും. നിങ്ങളെല്ലാവരും ഓരോ ട്രൈ വെച്ച് ആ ഒരു റെഡ് സർക്കിളിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള ബോൾ എറിയണം. ആ ഒരു റെഡ് സർക്കിളിന്റെ ദൂരെ ബോൾ എറിയുന്ന 2 ആൾക്കാർ വിൽ ബി എലിമിനേറ്റഡ്. സംഭവം മനസ്സിലായില്ലേ? ആരാ ഫസ്റ്റ് എറിയുന്നത്? ആർക്കും അറിയണ്ടേ? ഞാൻ നീ തന്നെ സ്റ്റാർട്ട് ആയിക്കോ. സംഭവം മനസ്സിലായില്ലേ? ആ റെഡ് സർക്കിളിലേക്ക് ബോൾ ഉരുട്ടിയിടണം. എന്നാ നീ സേഫ് ആവും. ഉരുട്ടിയിട്ട് അറിയ എനിക്ക് ഇഷ്ടമുള്ള പോലെ എന്റെ സ്ട്രാറ്റജി ഉരുട്ടിക്കോ. കുഴപ്പമില്ലാന്ന് തോന്നിട്ടാ, ലേശം അടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 2 ആൾ അതിന്റെ ദൂരം അറിഞ്ഞാൽ നീ സേഫാ. അടുത്ത നീ വന്നോ. പഞ്ചാബ് ഫസ്റ്റ് ടൈം ഇൻ ദ വീഡിയോ, ഫസ്റ്റ് ചാനൽ തന്നെ വീട്ടിൽ പോകുന്ന അറിയില്ല. ഇല്ലടാ ഇല്ല. ഗയ്സ് ഇറ്റ് ഈസ് സോ ക്ലോസ്. ഇപ്പൊ കറന്റ്ലി ക്ലോസ് ഉള്ളത് നീയാണ്. സേഫ് ആവോ അറിയില്ല. അടുത്ത ആള് ആ. ഇപ്പൊ നീ റെഡ് സർക്കിളിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ നീ സേഫ് ആയി. കാരണം ഇവർ 2 ആൾ പുറത്തുള്ളുണ്ട്. കറന്റ്ലി നീയാണ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത്. നീ പറയാണ്ടോ? ഒന്നില്ല. ഓ ഏടാ നീ സേഫ് ആട്ടാ. അടുത്ത ആള് ഇതുവരായിട്ട് ആരും റെഡ് സർക്കിൾ ഇട്ടില്ല. ഇന്റെ ജേസിയിൽ റെഡ് ഉണ്ട്. കമോൺ റെഡിലിട്. എവിടാ മാച്ച് നിന്നെ രക്ഷിച്ചു കേട്ടാ. എനിക്ക് തോന്നുന്നില്ല നീ ഡേഞ്ചർ സോളാണ്. അടുത്ത ഹൈദരാബാദ് ജയിക്കും. എടാ പുണ്ണാക്കേ ഫസ്റ്റ് ചാലഞ്ച് ഏത് ക്ലോസ്? ഏറ്റവും ദൂരം നീയാ തോന്നി. പാടെ പോയിക്ക്. എടാ എനിക്കെല്ലാം സംഭവം സിമ്പിളാ. ഈ സൺറൈസേഴ്സ് എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ദൂരാക്കിന്. ജസ്റ്റ് ഒന്ന് നേരെ എറിഞ്ഞാ ഏകദേശം സേഫായി. എറോ മുംബൈ ആ ഫാൻ. അതിന്റെ ഏറ്റവും ദൂരം എറിയൽ എല്ലാ കളി അതില് അടുത്താക്കണോ? അപ്പുറത്തെ ഗോൾ പോസ്റ്റിലാ ഇട്ടിരുവേ. എടാ പോയിക്ക്. ഓന്റെ ഏറുകൊണ്ട് കുറെ ആക്കുകളെ രക്ഷപ്പെട്ടു. പക്ഷെ ഇനി 3 ആളുണ്ട്. വാ ട്ടോ. വേഗം പോവാന്ന്. കറന്റ്ലി മുംബൈയും അതേപോലെ ലക്നൌവും ഭയങ്കര ദൂരെയാണ് ബോൾ എറിഞ്ഞിട്ടുള്ളത്. ബാക്കി ഇപ്പൊ കറന്റ്ലി ഉള്ള എല്ലാവരും സേഫ് ആണ്. പക്ഷെ ഇനി 2 ആൾക്കാരുണ്ട്. 2 മെയിന്. ഒന്ന് ബാംഗ്ലൂര്, ഒന്ന് ചെന്നൈ. ബ്രോ ബാംഗ്ലൂരിലുള്ള കുറെ ഫാൻസ് ഇല്ല. സിമ്പിൾ പരിപാടി. ഇത് ഈടിട്ടവരെ ചിലപ്പോൾ ജയിക്കും. സേഫാന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ലാസ്റ്റേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ചെന്നൈ ഞാൻ ചെന്നൈ ഫാനാട്ടാ. മിസ്സാക്കരുത്. നേരെ ഉരുട്ട്. എല്ലാരും തന്നെ നമുക്ക് ഫൈനൽ ഒന്ന് ചെക്ക് ചെയ്യേണ്ട. എല്ലാരും ബോൾ എറിഞ്ഞു. ആൻഡ് ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് റൈറ്റ് നൗ. ആരും സർക്കിളിൽ ബോൾ എത്തിച്ചിട്ടില്ലെങ്കിലും വി ഹാവ് 2 ക്ലിയർ എലിമിനേഷൻസ്. നിങ്ങൾ എല്ലാവരും എറിഞ്ഞ ബോള് നമ്മൾ നോക്കിയിട്ടുണ്ട്. ആൻഡ് അതിൽ 2 ആൾ ഔട്ടായി. ആരെല്ലാം ഗസ് ഉണ്ടാ? മുംബൈ ബോളറിന്റെ സർക്കിളിന്റെ 1.5 കിലോമീറ്റർ ഇപ്പറാ നീ പറഞ്ഞ ബോള്. അതിന്റെ ഏറ്റവും അടുത്തറയിലായിരുന്നു ചലഞ്ച്. ഇതിൽ ഏറ്റവും ദൂരം എറിഞ്ഞ നീയാ. അതിനൊരു സമ്മാനം ചിലപ്പോൾ കിട്ടിയേനെ. പക്ഷെ ഇപ്പം തൽക്കാലം വേറെ സമ്മാനം ഒന്നും ഇല്ലാത്തോണ്ട്. ഇനി അടുത്ത ഏറ്റവും ദൂരം എറിഞ്ഞ ആള് കുറച്ച് ബോൾ ദൂരെല്ലാം കിടക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ആൻഡ് ഈ ഒരു ബോളാണ് ഇത് എറിഞ്ഞിട്ടുള്ളത്. നീ തന്നെ ലക്നൗ. വാ ഒന്നും മറ്റു കാര്യമില്ല. എന്തായാലും ദി ഗെയിം ഇസ് ദി ഗെയിം. നിങ്ങൾ 2 ആളും പുറത്തായി. എന്റെ ആദ്യത്തെ വീഡിയോ ഫസ്റ്റ് ചാനൽ തന്നെ പുറത്തായി. പരാജയത്തിൽ വിജയത്തിലേക്ക് പോവാ. എന്തായാലും ഇവരെ പരാജയത്തിൽ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. The next 8 contestants will move on to the next round. നമ്മുടെ ഫസ്റ്റ് ചാലഞ്ച് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സിമ്പിൾ ആക്കിയതാണ്. ഡോണ്ട് വറി ഗൈസ്, നമുക്ക് ഇനിയും കുറെ ചാലഞ്ചസ് ഉണ്ട്. ആൻഡ് ഫോർ ദ ചാലഞ്ച് നമ്പർ 2 നിങ്ങൾക്ക് ഇപ്പോ എന്റെ ബാക്കിൽ 2 സിമ്പിൾ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ 8 ആൾ ഇപ്പൊ കറന്റ് ഉള്ളതുകൊണ്ട് എനിക്ക് 2 സൈഡിലും 4 ആൾ വീതം വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വന്നോ. ബാറ്റ് ചെയ്യേണ്ടവർ എടുക്കുക, ബോൾ ചെയ്യുന്നവർ എടുക്കുക. 2 സൈഡിലും എന്തായാലും 4 ആൾ ഇതായിട്ടുണ്ട്. എനിക്ക് എക്സ്ട്രാ പണിയൊന്നുമില്ല. ഇപ്പൊ ചാലഞ്ച് എന്താ പറയണ്ടേ? ഈ റൗണ്ട് എന്ന് പറയുന്നത് ബാറ്റേഴ്സ് വേഴ്സസ് ബോളേഴ്സ് ആണ്. 2 സൈഡിൽ നിന്നും നമ്മൾ ഓരോ ആൾക്കാരെ വീതം റാൻഡം ആയിട്ട് ഡ്രോ ചെയ്തെടുക്കും ടു പ്ലേ എ 1v1. ബാക്കി റൂൾസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മുമ്പേ നമുക്ക് ആദ്യം കളിക്കുന്ന 2 ആളെ സെലക്ട് ചെയ്യാം. ബാറ്റേഴ്സിന്റെയും ബോളേഴ്സിന്റെയും പേര് എഴുതിയ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം നമുക്കൊരു ബാറ്റർ ചൂസ് ചെയ്യാം. റാൻഡം ആണ് ഗൈസ്, ഐ ഡോണ്ട് നോ. രാജസ്ഥാൻ. വാ മോനെ വാ. നീയാണ് ഫസ്റ്റ് ബാറ്റ്സ്മാൻ. ഇവന് പഞ്ചാബിനെ വേണമെന്നാണ് പറഞ്ഞത്. പക്ഷെ കിട്ടിയത് ഗുജറാത്തിനെയാണ്. സോ റൂൾ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിൾ ആണ്. ഇവൻ നിനക്കൊരു ബോളറിന് വരും. അതിൽ നിനക്ക് എത്ര റൺസ് അടിക്കാൻ പറ്റുമോ അത്രയും റൺസ് അടിക്കുക. ആ ഒരു കളി കഴിയുമ്പോൾ നിന്റെ റൺസ് നമ്മളൊരു സ്കോർ ബോർഡിലാക്കും. നീ കൺസീഡ് ചെയ്ത റൺസ് നമ്മളൊരു സ്കോർ ബോർഡിലാക്കും. എല്ലാവരും മാച്ച് ഇതേപോലെ കഴിയുന്ന സമയത്ത് ബാറ്റ്സ്മാന്റെ സ്കോർ ബോർഡിൽ ഏറ്റവും കുറവ് റൺസ് എടുക്കുന്ന ആളും ബോളേഴ്സിന്റെ സ്കോർ ബോർഡിൽ ഏറ്റവും കൂടുതൽ റൺസ് കൺസീഡ് ചെയ്യുന്ന ആളും ഈ ഒരു IPL ചാലഞ്ചിൽ നിന്ന് പുറത്താവും.
റെഡി? നമുക്ക് ആദ്യത്തെ ബോൾ അറിയാം. ഐഡിയലി നിങ്ങളൊരു ബാറ്റ്സ്മാൻ ആണെങ്കിൽ ഒരു 6 കിട്ടിയാൽ ഏകദേശം നിങ്ങൾ സേഫായി. 6 അടിക്കണം കേട്ടാ. അതേപോലെ നിങ്ങളിപ്പോ ഒരു ബോളർ ആണെങ്കിൽ എനിക്കൊരു ഡോട്ട് ബോൾ ആണ് വേണ്ടത്. റെഡി? ഫസ്റ്റ് ബോൾ റെഡി? ഓടിക്കോ. 1 റൺ, 2 റൺ. ബാറ്റെല്ലാം വിക്കറ്റിലിട്ടിട്ടാ പോയേ. സോ ആദ്യത്തെ കളിക്ക് ശേഷം നിനക്ക് 2 റൺ. നീ 2 റണ്ണ കൊടുത്തിട്ടുള്ളൂ. ആരെങ്കിലും 3 റണ്ണ് കൊടുത്താൽ നീ സേഫായി. പക്ഷെ ആരെങ്കിലും 3 റണ്ണ് എടുത്താൽ നീ പുറത്തായി. 3 റണ്ണ് എടുക്കൂലെന്ന് വിചാരിക്കാം. നമുക്ക് അടുത്ത ഡ്രോ ചെയ്യാം ഗൈസ്. നെക്സ്റ്റ് ബാറ്റ്സ്മാൻ ഡൽഹി ആൻഡ് നെക്സ്റ്റ് ബോളർ CSK. ഡൽഹി നെക്സ്റ്റ് റൗണ്ടിലേക്ക് കയറണമെങ്കിൽ വെറും 3 റണ്ണ്, 3 റണ്ണേ വേണ്ടുള്ളൂ. പക്ഷെ നീ 3 റണ്ണ് വിട്ടു കൊടുക്കരുത്. ഒരു ഡോട്ട് ബോളർ. നിങ്ങളെ ചെന്നൈ ഫാസ്റ്റ് ബോളർ ആട്ടാ. ബാറ്റ്സ്മാൻ റെഡിയായ? രണ്ടാമത്തെ കളി, രണ്ടാമത്തെ ബോള്. എത്ര റണ്ണ് പോകും ഇതില്? 1 റൺ. 2 ഓടോ അല്ലെങ്കിൽ ഓവർ ത്രോ അറിയോ? രണ്ടാമത്തെ കളിയും ഫസ്റ്റ് കളി പോലെ തന്നെ സെയിം റൺസ് തന്നെയാണ്. രണ്ടുപേരും ഇപ്പോൾ അവരുടെ സ്കോർ ബോർഡിൽ ടൈഡാ. 2 കളി ബാക്കിയുണ്ട്. അതെന്താണെന്ന് അറിയില്ല. ഹോപ്പ്ഫുള്ളി അത് 2 കാട്ടി കൂടുതൽ റൺസ് എടുക്കുമായിരിക്കും. നെക്സ്റ്റ് ബാറ്റ്സ്മാൻ ഈസ് കൊൽക്കത്ത. കൊൽക്കത്തക്ക് ബോൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് പഞ്ചാബ്. എറി. ഇതൊരു 2 തന്നെയാ. 2 കൊടുക്കരുത്, 2 കൊടുക്കരുത്. 2 കൊടുത്തില്ല. 1 റണ്ണേ കൊടുത്തിട്ടുള്ളൂ. നീ എന്തായാലും സേഫ് ആയിട്ടാ. നെക്സ്റ്റ് റൗണ്ടിലേക്ക് എത്തും. പക്ഷെ ഇപ്പൊ നീ ആട്ടാ ബാറ്റ്സ്മാന്റെ സ്കോർ തെറ്റ്. ലാസ്റ്റ് അടുത്ത ബാറ്റ് ചെയ്യുന്നോ ഒരു 2 റൺ എടുത്താൽ നീ പുറത്തായി. ഇനിയിപ്പോ ലാസ്റ്റ് 2 ആളേ ഉള്ളൂ. ഈ 2 ബോളും ഡ്രോ ചെയ്യണമെന്ന് തോന്നുന്നില്ല. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സൺറൈസേഴ്സ് വേഴ്സസ് RCB. ഇതാണ് ലാസ്റ്റ് മാച്ച്. സൺറൈസേഴ്സ് ഇന്റെ ജോബ് ഈസിയാ. ഒരു 3 റൺ എടുത്താ സേഫായി. നിന്റെ ജോബ് എന്ന് വെച്ചാല് 2 റണ്ണ് കുറവ് കൊടുക്കണം. 3 റണ്ണായാ നീയാ പുറത്താവാം. ഇതിൽ നമ്മളൊരു 6ഓ ബൗണ്ടറി ഒന്നും കണ്ടിട്ടില്ല. അടിക്കൊന്ന് നോക്കാം. ഒരു ചാൻസ് ഉണ്ട് ഈ ഒരു ലാസ്റ്റ് ബോളില്. RCB ഒരു ചാൻസ് ഒന്ന് പുറത്താവാൻ വേണ്ടിട്ട്. ശരിയല്ലേ? അത് ചെയ്തോ? ഡോട്ട് ബോൾ. നമ്മളെ ഓരോ റൗണ്ട് മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ബാറ്റ്സ്മാന്റെ സ്കോർ ബോർഡ്, ഇതാണ് ബോളേഴ്സിന്റെ സ്കോർ ബോർഡ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ടൈ ആണ്. സോ ഒരു ടൈ ബ്രേക്കർ എന്നുള്ള രീതിയിൽ ആ ടൈ ആയ 2 ബോളേഴ്സും ഓരോ ബോൾ വീതം ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇപ്പോഴുള്ള ബാറ്റ്സ്മാൻമാരെ തന്നെ ബാറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ശരിയില്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ ബാറ്റ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയുണ്ട്? ഇടില്ല, എനിക്ക് ബാറ്റ് ചെയ്യണം. ബോൾ ചെയ്തോ. സംഭവം സിമ്പിൾ ആണ് ഗൈസ്. നേരത്തെ പോലെ തന്നെ 2 ആളും ഓരോ ബോൾ വീതം എറിയും. ഞാൻ ആരോ ബോളിലാണോ ഏറ്റവും കൂടുതൽ റൺസ് അടിക്കുന്നത് അവർ പുറത്താവും. പറഞ്ഞോ? ഫസ്റ്റ് ബോൾ ഗുജറാത്ത്. 6 ഗൈസ്, 6. ഞാൻ ചെന്നൈ ആയതുകൊണ്ടൊന്നല്ല കേട്ടാ, സിമ്പിൾ ബോൾ ചെയ്യുന്നു. അതുകൊണ്ട് ഒരു 6 അടിച്ചേ. ഇവന്റെ ബോൾ ഞാൻ 6 അടിക്കാൻ നോക്കുന്നതായിരിക്കും. നല്ല രസമുണ്ട് കേട്ടാ ബാറ്റ് ചെയ്യാൻ. ഞാൻ തന്നെ മൊത്തം ചലഞ്ച് ചെയ്താൽ മതി. നെക്സ്റ്റ് അപ്പ് CSK. 6 അടിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഫോറേ പോയിട്ടുള്ളൂ. സോ ആഫ്റ്റർ ടൈ ബ്രേക്കർ ഗൈസ്, ഇതാണ് അപ്ഡേറ്റഡ് സ്കോർ ബോർഡ്സ്. ബാറ്റിംഗ് ഇറ്റ് വാസ് എ ക്ലിയർ കട്ട് ലൂസർ. സൺറൈസേഴ്സ് 1 റണ്ണ് പോലും എടുക്കാണ്ട് പുറത്തായി. ഇനി ബോളിംഗ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റൺസ് കൊടുത്തത് ഞാനാണ് കാരണക്കാരെ. എനിക്ക് ആഗ്രഹമൊന്നുമില്ല ഇവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആരെങ്കിലും ഒരാൾ പുറത്താക്കി പറ്റുള്ളൂ. സോ ഈ ചാൻസിൽ നിന്ന് ഇവർ 2 പേരാണ് ഔട്ടാകുന്നത്. എന്നോടൊന്നും ചോദിക്കില്ല, ബാറ്റ് കൊള്ളിച്ചിട്ടുമില്ല. ഹാർഡ് ലക്ക് ബ്രോ. അടുത്ത ചാലഞ്ച് വിളിക്കാം. സോ വി ആർ മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് ചാലഞ്ച് ഗൈസ്. ഫോർ ദിസ് ചാലഞ്ച് എല്ലാ കണ്ടസ്റ്റന്റ്സും ആ കാണുന്ന ടാർഗറ്റിലേക്ക് ബോളറിന് കൊള്ളിക്കാൻ നോക്കുന്നതായിരിക്കും. ആദ്യം കൊള്ളിക്കുന്ന 4 ആളാണ് നെക്സ്റ്റ് റൗണ്ടിലേക്ക് മുന്നേറാം. ബ്രോ ഇതിന് 2 ആളെ പുറത്താവാ. നീ അവിടെ കൊള്ളിച്ചാ നീ സേഫായി. സേഫ് ആവില്ലേ? വെള്ളം വരന്റെ ബാക്കുന്നേ. അവിടെ എത്തിയില്ലേ? നെക്സ്റ്റ് വൺ ഡൽഹി. അതല്ല, അത് അടുക്കുള്ള സാധനമില്ല. അത് 2 ആൾ എറിഞ്ഞു, ഇതൊരാരും കൊള്ളിച്ചില്ല. ഇനി ബാക്കിയുള്ള 4 ആൾ കൊള്ളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കയറി. എത്രയേ ഉള്ളൂ. സിമ്പിൾ. എറി. എടാ ആരും അവിടെ എത്തുന്നില്ലേ? പഞ്ചാബേ ഒളുക്. 10,000 റുപ്യക്ക് അടുത്തെത്തു നീ കൊള്ളിച്ചാല്. ഇത് ഏടെയാളെ നിങ്ങളല്ലേ എറിയുന്നേ? RCB കൊള്ളിക്കോ? ചാൻസ് ഉണ്ടോ? നോക്കാല്ല, ഒരു ഉറപ്പാണ്. ഒരു കോൺഫിഡൻസിൽ എറി, എന്നാലേ കൊള്ളുള്ളൂ. ഫുൾ കോൺഫിഡൻസ്. ഇതുവരെ എറിഞ്ഞാല് അതായത് ഏറ്റവും ക്ലോസ്. പക്ഷേ സ്റ്റിൽ മാൻ ഇത് ഭയങ്കര ദൂരമായിപ്പ്. അടുത്ത CSK കൊള്ളിക്ക്. ആരും കൊള്ളിച്ചിട്ടില്ല. 4 ആൾക്കാർ കൊള്ളിക്കുന്നവരെ ഈ റൗണ്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഒരു 4-5 റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും എറിഞ്ഞെങ്കിലും ഒരാൾക്ക് പോലും ആ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ നമ്മൾ ഈ ഒരു ചാലഞ്ച് കുറച്ചും കൂടെ സിമ്പിൾ ആക്കി കൊടുത്ത് നമ്മളൊരു 4 റൗണ്ട് കഴിഞ്ഞ് ഇതുവരായിട്ട് ആരും കൊള്ളിച്ചിട്ടില്ല. സോ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ടാക്കിയിരിക്കുകയാണ് ആ ഒരു ലൈൻ. വാ എല്ലാവരും വാ. ഭയങ്കര ക്ലോസാ. എനിക്ക് കൊള്ളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ശരിക്കും 10,000 ഒന്നും നേടാൻ അർഹരല്ല. പുതിയ ലൈന് ഫസ്റ്റ് ബോൾ രാജസ്ഥാൻ. ഇതേയും കൊള്ളോടെ? നോക്കല്ല, കൊള്ളിക്ക്. എറിഞ്ഞങ്ങ് പൊളിക്കാൻ സാധനം. പൊളിക്കണ്ട, നമുക്ക് അടുത്തേം വേണ്ടിയാണ്.
ഫസ്റ്റ്. അടുത്ത 5 ആളും കൊള്ളിച്ചില്ലെങ്കിൽ നീ എന്തായാലും സേഫാ നെക്സ്റ്റ് റൗണ്ടിലേക്ക്. സോ ഇനിയിപ്പോ 3 ആക്കേ ചാൻസ് ഉള്ളൂ കേട്ടോ. കമോൺ ഡൽഹി, ഒരാൾ കൊള്ളിച്ച്, ഇനി എല്ലാരും ചറവറ കൊള്ളട്ടെ. ഇല്ല, കൊൽക്കത്ത. പഞ്ചാബ് 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 പോടായിരുന്നു. അടുത്ത RCB. വിരാട് കോഹ്ലി ഫാൻസ് എല്ലാം നോക്കുന്നുണ്ട്. RCB ഫാൻസിന് വേണ്ടി RCB അങ്ങനെ സേഫ് ആയിരിക്കുകയാണ് ഗൈസ്. 2 പേര് സേഫ് ആയി. ഇനി 2 ആക്കും കൂടിയേ ചാൻസ് ഉള്ളൂ. Will that be CSK? ഇതറിഞ്ഞാ നീയും സേഫ് ആവും. ആടാ ഇല്ലടാ. 4 ആളാണ് ഇനി ബാക്കിയുള്ളത്. അതിൽ 2 ആക്കേ ചാൻസ് ഉള്ളൂ. ഡൽഹി കിട്ടിയില്ലെങ്കിൽ നീ പുറത്താവും. പെരാന്ന് പിടിക്കണ്ടേക്ക്. കമോൺ കൊൽക്കത്ത, നീ നേരത്തെ ക്ലോസ് ചെയ്തു. ഇത്തവണ കൊള്ളിക്കില്ലടാ. പഞ്ചാബ് കമോൺ കമോണ്ടാ CSK. മൂന്നാമത്തെ ആള് സേഫ് ആയി ഗൈസ്. നീ 3 പേരിൽ ഒരാള്. ആദ്യം ആരാണോ കൊള്ളിക്കുന്നേ, നീ കൊള്ളിച്ച നീ കേറി. ഡൽഹി ഡൽഹി ഡൽഹി. നീ കൊള്ളിച്ച നീ കേറി. കൊൽക്കത്ത കമോൺ. ഇല്ല, പഞ്ചാബ് നിനക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അടുത്ത റൗണ്ട് കിടക്കാനല്ലേ. നോക്കിയറി. നോക്കിയറിയ മാത്രമേ പൊളിച്ചുള്ളൂ ഗൈസ്. നമ്മളെ പ്രോപ്പർട്ടി അടക്കം പൊളിച്ചുള്ളു. സോ ഈ റൗണ്ട് കഴിഞ്ഞപ്പം ഡൽഹിയും കൊൽക്കത്തയും ഔട്ടായിരിക്കുകയാണ്. ഇനിയിപ്പോ ഇവർക്ക് ചാൻസ് ഇല്ല. ബാക്കിയുള്ള 4 ടീം, അതിലൊരാൾക്ക് 10,000 റുപ്പീസ്. നമ്മളെ 4 കണ്ടസ്റ്റൻസ് ഇപ്പൊ ഇവിടെ ഉണ്ട്. നിങ്ങൾ എല്ലാവരും ബാറ്റിങ്ങും ബോളിംഗ് എല്ലാം ചെയ്ത് ഇനി ലക്ഷം ക്യാച്ചിങ് ആയാലോ. അതിന് മേടിക്കണ്ട, സംഭവം സിമ്പിളാ. കാണിച്ചു തരാൻ ഞാൻ 2 വിളിക്കാം. നീ വിക്കി ഒരു ബോളറിനോട് തോന്നി പിടിക്കാൻ വേണ്ട. സിമ്പിൾ, ഇത്ര ഉള്ളു ക്യാച്ചിങ്. പക്ഷെ ഒരു ക്യാച്ച് കഴിഞ്ഞാൽ ഒരടി ബാക്കോട്ടേക്ക്, നീ ഒരടി ബാക്കോട്ടേക്ക്. ഇനി ഒരു ക്യാച്ച് എറി, ഇനി സേഫായി. നീ ഒരു അടി ബാക്കോട്ടേക്ക്, നീ ഒന്നും കൂടെ ബാക്കോട്ടേക്ക്. വിക്കി ഒന്നും കൂടെ എറിഞ്ഞോടുത്തേ. ഇപ്പൊ വിട്ട്. ഇതേപോലെ കളിക്കുന്ന 2 ആള് ഒരാള് ക്യാച്ച് മിസ്സാക്കുന്നത് വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ക്യാച്ച് മിസ്സാക്കിയാൽ ഒബ്വിയസ്ലി അവർ ഔട്ടാവും. ഇതിൽ വേറൊരു ടെസ്റ്റും കൂടെ ഉണ്ട്. പക്ഷെ അത് പറയുന്നതിന് മുമ്പേ നമുക്ക് 2 ആൾ വെച്ചിട്ട് ടീം ആക്കാം. നേരത്തെ പോലെ റാൻഡം ആയിട്ട് ഇവിടെ ബോൾ ഉണ്ട്. ആരാ ബോൾ ആയതാന്ന് എനിക്കറിയില്ല. സോ ഫസ്റ്റ് കളിക്കാൻ വേണ്ടി പോകുന്നത് പഞ്ചാബ്. നിന്റെ കൂടെ ബോളറിന് ക്യാച്ച് പിടിക്കാൻ വേണ്ടി പോകുന്നത് CSK ആണ്. ഇവർ 2 ആളെയും കഴിഞ്ഞാല് ബാക്കിയുള്ള 2 ആള് സെയിം ചാലഞ്ച് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് കളിക്കേണ്ട 2 ആളുവാ CSK പഞ്ചാബ്. ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ട്വിസ്റ്റ്, നമ്മൾ ഇത്രയേരം ബോൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ. പക്ഷെ ബോളിന് പകരം ഇവർ കളിക്കേണ്ടത് ഈ ഒരു മുട്ട വെച്ചിട്ടാണ്. ആരെങ്കിലും കയ്യിൽ നിന്ന് മുട്ട പൊട്ടുന്നവരെ അല്ലെങ്കിൽ മുട്ട ക്യാച്ച് പിടിക്കാണ്ട് മിസ്സാക്കുന്നത് വരെ നമ്മളിത് തുടരുന്നതായിരിക്കും. ഓക്കെ, ആയിരിക്കും ആദ്യം അറിഞ്ഞോട് കണ്ടേ. നീ അറിയാം, നീ അറിയോ? ഓക്കെ, അറിയോ? ഫസ്റ്റ് വൺ ഈസ് സേഫ്. ഇനി ബാക്കോട്ടേക്ക്, ഒരടി ബാക്കോട്ടേക്ക്. കമോൺ. ഓക്കെ, ദാറ്റ് സേഫ്. അതും സേഫ് ആണ്. ഇനിയും ബാക്കോട്ട് പോ. നെക്സ്റ്റ് വൺ ചെന്നൈ. ഇല്ല, പിടിച്ച്. പഞ്ചാബ് പഞ്ചാബ് പിടിച്ചു. നല്ല രസമുണ്ടാ കളി കാണാൻ വേണ്ടിട്ട്. നല്ല ടെൻഷനാണ്. ചെന്നൈ. കിടിലൻ ക്യാച്ച്. പഞ്ചാബ്. എന്റെ മോനെ, അത് എല്ലാരും 100% ഡെഡിക്കേഷൻ. ബാക്കോട്ടോ ബാക്കോട്ടോ. കിടിലൻ ക്യാച്ച്. വീണ്ടും കിടിലൻ ക്യാച്ച്. ബാക്കോട്ടോ. മുട്ട തട്ടി തട്ടിപ്പോ പൊട്ടുന്ന എനിക്ക് തോന്നുന്നേ. കമോൺ പഞ്ചാബ്. ഗുഡ് ക്യാച്ച്. ചെന്നൈ. ഗുഡ് ക്യാച്ച്. അത് കിടിലൻ സ്ട്രാറ്റജിയാണ്. പക്ഷെ ഈസി ആയിട്ട് ക്യാച്ച് പിടിച്ച് പഞ്ചാബിന് പക്ഷെ പിടിക്കാൻ പറ്റുമോ ഇത്? സോ ക്ലോസ് ഗൈസ്. പഞ്ചാബിന്റെ ലോങ് ത്രോ. ചെന്നൈ കിടിലൻ ക്യാച്ച്. ഗുഡ് ക്യാച്ച്, ഗുഡ് ക്യാച്ച്. പഞ്ചാബ് മിസ്സാക്കോ? ഇല്ല, കിടിലൻ ക്യാച്ച്. നമ്മള് ടർഫിന്റെ മൊത്തം വിട്ട് യൂസ് ചെയ്ത്. ഇനി വേറൊരു ടെസ്റ്റ്, ഇവർ 2 പേരും ഇനി ഒറ്റ കൈ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 2 കൈ ചെയ്ത പോലെ തന്നെ ഇവിടെ നിന്ന് പിന്നെയും ഓരോ സേഫ് ക്യാച്ചിന് ബാക്കോട്ട് അറിഞ്ഞോ? ഫസ്റ്റ് വൺ ഗുഡ് ഗുഡ് ക്യാച്ച്. ഇത് മിസ്സാക്കിയാല് മുട്ട പൊട്ടിയാല് അവർ ഔട്ടാവും. 2 കൈ കൊണ്ടുള്ള ക്യാച്ചിൽ 2 ആളും അടിപൊളിയായിട്ട് ക്യാച്ചെല്ലാം മുടിച്ചു. പക്ഷേ ഒറ്റ കൈയിലേക്ക് വന്ന സമയത്ത് എൻ്റെ അടുത്ത് നിന്ന് ക്യാച്ച് മിസ്സായി. ഈവൻ ദോ മുട്ട പൊട്ടിയില്ലെങ്കിലും. സോ ചെന്നൈ ത്രൂ ടു നെക്സ്റ്റ് റൗണ്ട്. വെൽ പ്ലേഡ് പഞ്ചാബ്. അടുത്ത ചാലഞ്ചിൽ വീണ്ടും കാണാം. ഗുഡ് വർക്ക്. നമ്മൾ ഒരു ഫൈനലിസ്റ്റിന് കിട്ടി. നെക്സ്റ്റ് ക്യാച്ചിങ് മാച്ച് ആർക്കും അറിയണ്ടേ? ഫസ്റ്റ് ഗുഡ് ക്യാച്ച്. ബാക്കോട്ടേക്ക് ബാക്കോട്ടേക്ക്. ഗുഡ് ക്യാച്ച് ബാക്കോട്ടേക്ക്. നെക്സ്റ്റ് വൺ ഈസി ക്യാച്ച് ഫോർ രാജസ്ഥാൻ. ഓക്കെ, ബാംഗ്ലൂരും പിടിച്ചിനി. ബാക്കോട്ടോ. ഇനി ബാക്കോട്ടോ. കിടിലൻ ക്യാച്ചടാ. കിടിലൻ ക്യാച്ച്. ഇനി ബാക്കോട്ടോ. ഗുഡ് ക്യാച്ച്. ഗുഡ് ക്യാച്ച്. ബാംഗ്ലൂർ പിടിച്ച്. രാജസ്ഥാൻ പിടിച്ചാൽ അറിയില്ല. ബാക്കോട്ടേക്ക് മറന്നുമല്ല. കുറച്ച് ഹാർഡായി വരുന്നുണ്ട്. നല്ല ക്യാച്ച്. ഇനി ബാക്കോട്ടേക്ക്. 2 ആളും വാശിയേറിയ മത്സരം കേട്ടാ. മുട്ട പൊട്ടിയില്ല. ഗുഡ് ക്യാച്ച്. അറിയില്ല. ബാക്കോട്ടോ.
ഗുഡ് ക്യാച്ച്. അങ്ങനെ രണ്ടാമത്തെ ക്യാച്ചിങ് കഴിഞ്ഞ് രാജസ്ഥാനും പുറത്തായിരിക്കാണ്. പിടിക്കുന്നു കേട്ടോ, പിടിക്കുന്നു. കയ്യിൽ തട്ടിയിട്ടാ പോയെ. രാജസ്ഥാൻ ഔട്ട്. വിഷമിക്കണ്ട. നമ്മളെ രണ്ടാമത്തെ ഫൈനലിസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. And it is going to be a crazy final. CSK versus RCB ആണ്. So finally only 2 team remains and ഇതിന് ഒരാൾക്ക് ഈ ഒരു 10,000 rupees കിട്ടുന്നതായിരിക്കും. Will it be RCB or will it be CSK? നമ്മൾ ഫൈനൽ ചാലഞ്ചിലേക്ക് പോകുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം അറിയണം. എനിക്ക് 10,000 rupees കിട്ടി എന്ത് ചെയ്യാൻ പോകുന്നത്? യൂസ് ചെയ്യാൻ ആവശ്യത്തിന്. ഇവൻ ഭയങ്കര. നീ പറടാ. എടാ ഇത് നല്ല കഥ. എന്തായാലും ഞാൻ പോയെന്തായി. സോ ഇനി കുറെ നേരം ഇവിടെ നിൽക്കുന്നില്ല. ലെറ്റ്സ് ഗോ ടു ഫൈനൽ ചാലഞ്ച്. അവസാനത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് ലേശം നൊസ്റ്റാൾജിക് ആണ് ഗൈസ്. പണ്ട് ഇന്ത്യ പാകിസ്ഥാനും കളിച്ച ബോൾ ഔട്ട്. ഫുട്ബോളിലെ പെനാൽറ്റി കിക്ക് പോലെ 2 കണ്ടസ്റ്റൻസും ഓരോ ടേൺ വെച്ച് സ്റ്റെംസിലേക്ക് ബോൾ എറിയും. ഇഫ് ദേ ഹിറ്റ് ദേ ഗെറ്റ് എ പോയിന്റ്. 5 ത്രോ ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്യുന്ന ആള് വിൽ ബി ദ വിന്നർ. നിങ്ങളൊരു ഓർഡർ ഇവനുണ്ടോ? ആരാ ഫസ്റ്റ് അറിയാൻ നോക്കാലോ. ഈവൻ ഫസ്റ്റ് CSK ആണ് അറിയാൻ വേണ്ടി പോകുന്നത്. CSK റെഡി ആയെങ്കിൽ അറിയണോ? ഫസ്റ്റ് ട്രൈ. കൈ മടക്കാണ്ട് അറിയണം കേട്ടോ, ബോൾ ചെയ്യണം. ഫസ്റ്റത്തെ ചാൻസ് തന്നെ മിസ്സാക്കിയിരിക്കുകയാണ് CSK. RCB ഇത് കൊള്ളിച്ചു കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. പക്ഷെ RCB എറിഞ്ഞത് അങ്ങ് ഗുദാമിലായിപ്പോ ഗൈസ്. ഫസ്റ്റ് ട്രൈ കഴിഞ്ഞപ്പോൾ 2 ടീം മിസ്സാക്കി. രണ്ടാമത് വന്ന് ഇത് കൊള്ളിക്കോ? ഇല്ല, ഇറ്റ്സ് ടു വൈഡ് ഗൈസ്. RCB വീണ്ടും ഇത് കൊള്ളിച്ച വീണ്ടും ഒരു ചാൻസ് കിട്ടും, ഒരു അഡ്വാൻറ്റേജ് കിട്ടും. പക്ഷെ വീണ്ടും വൈഡിലേക്കാണ് ഗൈസ് 2 പേര് എറിഞ്ഞോണ്ടിരിക്കുന്നത്. 2 എണ്ണം വീതം കഴിഞ്ഞെങ്കിൽ ഇതിനായിട്ട് ആരും കൊള്ളിച്ചിട്ടില്ല. തേർഡ് ട്രൈ. Can CSK hit this time? ഇല്ല ഗൈസ്, വീണ്ടും വൈഡിലേക്കാണ് പോകുന്നത് ഗൈസ്. ഇവര് ഫൈനൽ എത്തിയത് തന്നെ എങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ സംശയം തോന്നുന്നുണ്ട് കേട്ടാ. വീണ്ടും അഡ്വാൻറ്റേജ് എടുക്കുക RCBക്ക്. RCB gets the advantage guys. 3 ട്രൈയിൽ 1 CSK. എടാ 10,000 രൂപ കയ്യിൽ നിന്ന് വഴുതി പോവും. നീ ഇതും കൂടെ മിസ്സാക്കിയാല് ഓൻ അടുത്ത കൊള്ളിച്ചവൻ ജയിച്ച്. ഓക്കെ, ശ്രദ്ധിച്ചെറി. ഇത് കൊള്ളോ? ഇല്ല. RCB പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇനി ഓന്റെ ട്രൈ ഒന്നും നോക്കിക്കണ്ട. ഇത് കറക്റ്റ് കൊള്ളിച്ചു കഴിഞ്ഞാൽ 10,000 rupees. നമ്മളെ IPL ചാലഞ്ചിന്റെ വിന്നർ. കഴിഞ്ഞ കൊല്ലം RCB ജയിച്ച്, ഇക്കൊല്ലം നീ ജയിക്കണം. ഇത് കൊണ്ടാൽ RCBക്ക് കപ്പ് പ്ലസ് 10,000. പക്ഷെ RCB മിസ് ചെയ്ത്. CSKക്ക് ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. പക്ഷെ ഇത് നീ കൊള്ളിക്കണം. കൊള്ളിച്ചില്ലെങ്കിൽ ഓന് കിട്ടും എന്തായാലും. അണ്ടർ പ്രഷർ ആണ് CSK. പ്രഷർ ഉണ്ടോ? നല്ല പ്രഷർ ഉണ്ട് പറയുന്നേ. കമോൺ പറഞ്ഞോ, ലാസ്റ്റ് ട്രൈ. രണ്ടാളെല്ലാം കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ ചങ്ങക്ക് നല്ല വിഷമമുണ്ടാവും. അവരെ വാശിയേറിയ 5 ചാലഞ്ചിന് ശേഷം CSK തോപ്പിച്ചിട്ടുണ്ട്. RCB 10,000 rupees നേടിയിരിക്കുകയാണ്. ഇന്ത്യത് പറയാണ്ടോ? അത്രേ പറയാനുള്ളൂ. വിത്ത് ദാറ്റ് ഗൈസ്, ടൈം ഫോർ വാച്ചിങ്. ഇവിടെ കാണുന്ന ഈ ഒരു വീഡിയോ നോക്കി കണ്ടോ, സബ്സ്ക്രൈബ്.